ഹലോ ഗായ്സ്, വെൽക്കം ടു ജേർണി ഓഫ് മല്ലൂട്ടീൻസിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാൾക്ക് ശേഷം നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന വാനില യോഗട്ടും കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള വ്ലോഗിനകത്തൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് കിടക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഞാൻ പലപ്പോഴും ഡെയിലി ഷിഫ്റ്റിന് പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. ജസ്റ്റ് ഒരു കോഫി മാത്രമായിരിക്കും എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്, കാരണം ഉണ്ടാക്കാൻ ഭയങ്കര പാടായതുകൊണ്ട്. ഇത് കണ്ടുപിടിച്ചപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ഇനി തൊട്ട് എന്നും ഞാൻ ഇതിനെ കണ്ടിന്യൂ ചെയ്യുന്നുള്ള ഒരു പ്ലാനിങ്ങിലൊക്കെയാണ് ഇരിക്കുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ റൂമിൽ പോയപ്പോഴാണ് ഇന്നത്തെ എൻ്റെ മെയിൻ അജണ്ട എന്ന് പറയുന്നത് ക്ലീനിങ് ആണ്. അപ്പോൾ സോജയ്ക്ക് രാവിലെ ഏർലി ഷിഫ്റ്റ് ആയിരുന്നു. പുള്ളിക്കാർ രാവിലെ 5 മണിക്കൊക്കെ പോയി. അപ്പോഴത്തേക്ക് എനിക്കിന്ന് ഓഫ് ആയതുകൊണ്ട് ഞാൻ ക്ലീനിങ് ഏറ്റെടുത്തു. പിന്നെ ക്ലീനിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോലിയും കൂടെ ആണ് ആക്ച്വലി, കുക്കിങ്ങിനെക്കാട്ടും. കാരണം കുക്കിംഗ് എനിക്ക് അത്രയും വശമില്ല, പക്ഷേ ക്ലീനിങ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമാണ് ക്ലീനിങ്. അതുപോലെ തന്നെ പലർക്കും പലരുടെയും മൂഡ് സ്വിങ്സ് മാറ്റാൻ വേണ്ടിയിട്ടും ഒരു മൈൻഡ് റിഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ടും പലരും പുറത്ത് പോകാറുണ്ട്, സിനിമ കാണാറുണ്ട്. പക്ഷേ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റൂം ക്ലീൻ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വീട് ക്ലീൻ ചെയ്തിടുമ്പോഴത്തേക്കാണ് എനിക്ക് ഭയങ്കര മൈൻഡ് റിഫ്രഷ് ആവുന്നത്. ആ ഒരു പ്രോസസ്സാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓൾമോസ്റ്റ് ഞാൻ റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തൂത്തുവാരിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കുള്ളൊരു ലുക്കാണ് ഇപ്പം ഞങ്ങളുടെ റൂമിൻ്റെ. ഒരു ബ്ലൂ കർട്ടനകത്ത് ഇങ്ങനെ അടച്ചിടുമ്പോൾ നല്ല വെട്ടം കയറുന്ന റൂമിനകത്ത് ആ ബ്ലൂ കർട്ടൻ ഇടുമ്പോൾ ഭയങ്കര റൂം ഫുള്ളൊരു ബ്ലൂ കളറിൻ്റെ ഒരു റേ അടിച്ചിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ എൻ്റെ മൈൻഡ് സെറ്റായി കഴിഞ്ഞിരുന്നു. പിന്നെ നേരെ കിച്ചണിലോട്ട് പോയി. കിച്ചണിൽ നിന്നൊരു ഡീപ്പ് ക്ലീനിങ് ആയിരുന്നു എൻ്റെ പ്ലാന്. അപ്പോൾ നോക്കിയപ്പോൾ കുറേ ഡിഷസ് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഡിഷസ് എല്ലാം ഒതുക്കിയിട്ട് ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇപ്പം വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടും ആയാലും വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടായാലും രണ്ടുപേരുടെയും ടൈമിങ് ശരിയാവത്തേയില്ല. കാരണം രണ്ടുപേർക്കും ഒരുമിച്ചല്ല ഓഫ് ഡേയ്സ് കിട്ടുന്നതും ഒരുമിച്ചല്ല വർക്കിംഗ് ടൈമും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പലപ്പോഴും ഒരുമിച്ച് കാണുന്നതും സംസാരിക്കുന്നതുള്ള സമയം വളരെ കുറവാണ്. നമ്മൾ എപ്പോൾ തമ്മിൽ കാണുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഉറങ്ങുന്ന മാത്രമായി നമ്മൾ കാണുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മളതങ്ങ് അഡ്ജസ്റ്റഡായി. അങ്ങനെ കിട്ടുന്ന സമയത്ത് ഞങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സോജ വന്നു. സോജയുടെ ഷിഫ്റ്റ് ഏർലി ആയതുകൊണ്ട് തന്നെ 3:30 തീർന്നു. 4:30 ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരി എത്തി. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, 4:30 ആയിട്ടും എൻ്റെ ക്ലീനിങ് ഇതുവരെ ഒരു പകുതി പോലും ആയിട്ടില്ല. പിന്നെ ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ മമ്മിയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, വീട്ടുകാരെയൊക്കെ വിളിച്ച് സംസാരിച്ചായിരുന്നു. സോജ പിന്നെ വന്നിട്ടാണ് വിളിച്ചുകൊണ്ടിരുന്ന സമയം കൊണ്ട് ഞാൻ ആ സമയം കൊണ്ട് പോയി കുളിക്കാമെന്നും പറഞ്ഞ് മമ്മിക്കൊരു ഹായും കൊടുത്തിട്ട് കുളിക്കാൻ പോയി. പിന്നെ ഈ വ്ലോഗിൽ കാണിച്ചതിൻ്റെ തൊട്ട് എല്ലാ ഓഫ് ഡേയ്സും അല്ലെന്നുണ്ടെങ്കിൽ വർക്കുള്ള ഡേയ്സ് ഇങ്ങനൊന്നും അല്ല. നേരെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, പോകുന്നു, തിരിച്ചു വന്നു, കിടന്നുറങ്ങുന്നു, അതിൻ്റെ ഇടയ്ക്കൂടെ എന്തെങ്കിലും കഴിക്കുന്നു. ഇതൊക്കെയായിരിക്കും ഞങ്ങളുടെ മിക്ക ഡേയ്സും. കാരണം നമ്മൾക്ക് വർക്കുള്ളതുകൊണ്ട് നമുക്ക് വർക്കിൽ മാത്രമായിരിക്കും നമ്മുടെ ഫോക്കസ്. വീഡിയോ പോയിട്ട് നമുക്കൊരു തമ്മിൽ ഇരുന്ന് സംസാരിക്കാൻ പോലും ഉള്ളൊരു മൂഡുണ്ടാവില്ല വർക്കിന് പോയി കഴിയുമ്പോഴത്തേക്ക്. പിന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കുളിച്ച് വന്നപ്പോഴത്തേക്ക് 6 മണി കഴിഞ്ഞിരുന്നു. ഇത്രയും നേരമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്തു, ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോഴത്തേക്ക് 6 മണിയായി. എന്തായാലും ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഒരു സമയം കഴിഞ്ഞ് ഫുഡ് ഉണ്ടാക്കുന്നിടം വരെ വിശപ്പ് താങ്ങില്ല. അങ്ങനെയാണ് പുറത്തുനിന്ന് ഒരു ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോഴത്തേക്ക് ഒരു സിനിമ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് സിനിമ കണ്ടു. അപ്പോഴത്തേന് 2 മണിക്കൂർ സിനിമ കണ്ടു. പിന്നെ കുറച്ച് നേരം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല തലവേദനയായി. രാത്രി ഇവിടെ അപ്പോഴത്തേക്ക് 10:30-11 മണിയായി. ഞാൻ ഇത്രയും നേരത്തെ കിടന്ന് ഉറങ്ങാറില്ലെങ്കിൽ പോലും തലവേദന സഹിക്കാൻ വയ്യാതെ നേരത്തെ കിടന്ന് ഉറങ്ങാനുള്ള പ്ലാനിങ് ആയി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ്. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. സീ യു.